താഴേക്ക് പാല് കൊണ്ട് പോകുമ്പോ എന്താ കണ്ടെന്ന് പറഞ്ഞു? കടുവയെ കണ്ടായിരുന്നു. എന്നിട്ട് ആന വരുമ്പോ ആന അവിടെ വന്നാലും ഇവിടെ വെച്ചിരിക്കുന്ന പടക്കം പൊട്ടു. അപ്പൊ ആനയ്ക്കൊന്നും ശല്യമൊന്നും ഉണ്ടാവില്ല, മനുഷ്യർക്ക് ശല്യം ഉണ്ടാവില്ല. നമ്മളറിയും. കാട്ടുപൂച്ചയാണെങ്കിൽ ചെറിയ തലയായിരിക്കും. ചെന്നായ സ്ഥിരം ഞാൻ കാണുന്നതാ. ഇത് മുടുത്ത തലേ, ചെവി ഇച്ചിരി മുടുത്തത്. കടുവ നേരത്തെ കണ്ടിട്ടുള്ളതാ. അപ്പൊ പരമാവധി നമുക്ക് ഇങ്ങനെ നോക്കിയാലേ അപ്പൊ നമുക്കൊരു ജീവിതം മാർഗം ഉണ്ടാവൂലേ. പശുവിപ്പം നമുക്ക് അധികം പൊട്ടിക്കാൻ പറ്റൂല. അതിന് ഒരു പേടിയുള്ളതാ. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ്. കടുവ മാനെ ഓടിച്ചോണ്ട് പോകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജീവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഇറക്കി വിടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറങ്ങിവിടാതെ നോക്കിക്കോളൂ അവര്. വീടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരും. അന്നേരം ഞാൻ ഇവിടുന്ന് അങ്ങ് പോകുന്നത്. ഇത് ഈ രീതിക്ക് ചാണൊന്നുമില്ലല്ലോ. ഏത് രീതിക്ക് വേണം മനുഷ്യൻ ചാവുള്ളൂ. കാരണം ഞാൻ ഒരു തെങ്ങിനൊക്കെ എനിക്ക് ഒരു ആണുകൂലിയം കിട്ടുന്ന അവർ 850 രൂപ കൂടുതൽ പൈസയാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് കൊടുക്കുന്നത്. അത്രയൊന്നും കൊടുക്കാണ്ടായിരുന്നു. ഒരു 2 തേങ്ങ കൊണ്ടുവന്ന് കൊടുത്താൽ മതിയായിരുന്നു. കാരണം ഒരു തെങ്ങ് പോയിട്ടേ ഒരു തേങ്ങ മരമല്ലേ പോയുള്ളൂ. 2 തേങ്ങ നിങ്ങൾക്ക് കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ ലാഭമാണ്. ഈ 750 രൂപ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഭയങ്കര നഷ്ടമാണ്. പഞ്ചായത്ത് മെമ്പർ പോർച്ചുകാരോട് പറഞ്ഞിട്ട് പിന്നെ 3 വണ്ടി ആൾക്കാർ വന്നു, പോർച്ചുകാരെ വന്ന് ഇവിടെ എല്ലാം തേടി. എന്നിട്ട് അവർ പറഞ്ഞു കാട്ടുപൂച്ചയാന്ന് പറഞ്ഞു പോയി. കല്ല് വെച്ചാൽ തോന്നെ പോവും. ഞാൻ പറഞ്ഞില്ലേ, കല്ല് വെച്ചോക്ക് നല്ല പോവും. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലെ ചപ്പമലയിലാണ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ പാൽരാജ് എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പോയിരുന്നു. അതിന് ശേഷം നമ്മളവിടെ അലാറം സിസ്റ്റമൊക്കെ കൊണ്ടുപോയി വെച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു 10-20 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഏതായാലും നമ്മൾ ആ അലാറത്തിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോവാണ്. അന്ന് ജിഷോയ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. ഇന്ന് ജിഷോയ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ജിഷോയ് കൂടെ നമ്മൾ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ജിഷോയ് ഇല്ലായിരുന്നു, അത് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ജിഷോയാണ് ഇനി അതൊന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റാണെന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്താനായിട്ടുള്ള പരിപാടിയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ആ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഏതായാലും ജിഷോയ് ഇവിടെയുണ്ട്. ജിഷോയ് നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം എത്താൻ പറ്റിയില്ലല്ലേ? ഇല്ല, കഴിഞ്ഞോട്ട് എത്താൻ പറ്റിയില്ല. ഞങ്ങൾക്കറിയാവുന്ന പോലെയൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് നോക്കാം എന്തെങ്കിലും എന്താണ് എങ്ങനെയാണ്. അതിനുശേഷം അപ്പോൾ എന്തോ ഒരെണ്ണത്തിന് അടിക്കുന്നില്ലെന്നോ ചാർജ് കയറുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് പോയി നോക്കി നോക്കാം. എന്തായാലും ഈ വഴിനെ കുറിച്ച് 2 വാക്ക് പറയണം കേട്ടോ. എന്തോന്നത് ഒരാളൊരു ദിവസം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീട്ടുകാരെ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത്, വേറെ ഒരു വീടില്ല. 2 കിലോമീറ്റർ താഴേക്ക് ഒരു വീടുമില്ല. മാന പുലി വീട്ടുകാർ വിളിച്ച് കൂവിയാലും കേൾക്കാൻ ആരുമില്ല. ഒന്നാലോചിച്ച് ഒരു ഉപ്പ് മേടിക്കണം കൂടി ഒരു താഴത്തെ 5 കിലോമീറ്റർ താഴത്ത് എത്തണം. ഒരു മരുന്ന് ഇവിടെ വീടുകളുണ്ടായിരുന്നു കേട്ടോ, ഒക്കെ മൊത്തം വീടുകളുണ്ടായിരുന്നു. അപ്പൊ ഈ ആനത്താര പദ്ധതി പെടുത്തിയിട്ട് ആളുകൾ ഇറങ്ങാനുള്ള അവസാനം ഗവൺമെന്റ് ഒന്നിരിക്കലും അവരെ റീലൊക്കേറ്റ് ചെയ്യണം. ഒത്തിരി പേര് അതും പ്രതീക്ഷ ഇറങ്ങി. പിന്നീട് ഇറങ്ങാത്ത ആൾക്കാർ ഇവിടെ കുടുങ്ങിപ്പോയി. ഒരു വീടൊക്കെ ഗവൺമെന്റ് റീലൊക്കേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരുടെ കാര്യം. പിന്നെ ആനപ്പീട കിടക്കുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്നത്. ഇതിലൊക്കെ ഇറങ്ങി വരുന്നത് അതല്ല, ആന മാത്രമല്ല, കാട്ടുപോത്ത്, പന്നി, മലാൻ, ഒറ്റ വീടും. അതെ, ഏകാന്തത അങ്ങേയറ്റം. പാവം നമ്മള് തങ്കഞ്ചേട്ടന്റെ ഒക്കെ അവസ്ഥ അതേപോലെ തന്നെയാണ്. അതെ, തങ്കഞ്ചേട്ടന്റെ കാര്യം അറിഞ്ഞില്ല. അയ്യോ, ഭയങ്കര കഷ്ടമായി പോയില്ല അവരുടെ. അതെ, പാവം അവിടെ വീണിട്ട് ഒരാൾ പോലും നോക്കാനും കൂടി ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടായി. അനുഭവിക്കുന്നവർക്ക് അതിന്റെ വിഷമവും ബുദ്ധിമുട്ടും അറിയുള്ളൂ. സത്യം ഒറ്റയ്ക്ക് ആയതുകൊണ്ടേ. പിന്നെ ഒറ്റപ്പെടലിന്റെ ഒരു അതിഗംഭീര അവസ്ഥയാണ് അടുത്തത്. അങ്ങനെ അറ്റാണ് പുള്ളിയുടെ അവസ്ഥ. പുള്ളി ഒന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, ഒരു മാങ്ങ പോലും വെച്ചിട്ട് എടുത്തുകൊണ്ട് പോകാൻ പോലും ആരും ഇല്ല എന്നുള്ളത്. ചേട്ടൻ ഇവിടെ ഉണ്ട്. പണിയായിരുന്നോ? ഇവിടെ വന്നിട്ടാണ് കാണാതെ പോയത്. ഇതിന്റെ ഒരു തടസ്സമാണ് നോക്കിട്ട് അങ്ങനെ വെട്ടുന്നതാ. എതിരെ ഇറങ്ങി വന്നേ? റോഡ് വഴി റോട്ടിൽ കൂടെ തന്നെ വന്നു. എന്നിട്ട് ഉള്ളിൽ ഇങ്ങോട്ട് കയറിയോ? ഇങ്ങോട്ട് കയറിയില്ല, ഇങ്ങോട്ട് കേട്ടടിച്ചിരിക്കുമല്ലേ. എന്നിട്ട് താഴേക്ക് ഇറങ്ങി ഇതിലിറങ്ങി പോയി. ഓഹോ, വലിയ അടിക്കുന്നുണ്ടല്ലേ? അടിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോഴേ അടിക്കുള്ളൂ. ഇവിടെ ഒന്നും എനിക്കും അടിക്കൂല. ഇതിന്റെ ഉള്ളിൽ കേട്ടടിക്കുമ്പോൾ അടിക്കൂല. ഇവിടെ ഇങ്ങനെ വരുമ്പോഴേ അത് അടിക്കുന്നു ആണല്ലേ? ഇത്ര വരുമ്പോഴേ അടിക്കുള്ളൂ. അവിടെ നിന്നൊന്നും അടിക്കൂല. ഇവിടെ വരുമ്പോ അടിക്കുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോയിട്ടില്ല എന്നാണ്. ഇങ്ങോട്ട് ഇവിടെ ഒന്നും വന്നാലും അടിക്കില്ല. ഇങ്ങനെ ഇതിലൊന്നും അടിക്കില്ല. മഴയുടെയാണോ? മഴയുടെയാണോ? ഇവിടെ കിട്ടി അടിക്കേണ്ടതാണ്. ചേട്ടാ ഇവിടെ നോക്കിയിട്ടുണ്ടോ? ഇവിടെ അങ്ങോട്ടല്ല, ഇങ്ങോട്ടും നടന്നു നോക്കിയിട്ടുണ്ടോ? ഇവിടെ ഇല്ല, അത് നേരെ അങ്ങോട്ട് ഇവിടെയൊക്കെ നിന്ന് നോക്കിയിട്ടുണ്ട്. അല്ല, ഇങ്ങോട്ടും നടന്നു നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. അപ്പൊ അടിക്കുന്നില്ല. അല്ല, ഇങ്ങനെ നിക്കല്ലേ ചേട്ടാ, ഇങ്ങനെ നടന്നു നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. അപ്പൊ അടിക്കുന്നില്ല. അവിടെ ഇവിടെ മാത്രം പോയാൽ മാത്രമേ
അത് ചില സമയത്തിൽ അടിക്കുള്ളൂ ഇത് വരുമ്പോ. ആ ചേട്ടാ എപ്പോഴാ നോക്കാറ് ചെക്ക്? എപ്പോഴാ ചെക്ക് ചെയ്യാറ്? ഞാൻ ചെക്കപ്പ് ഡെയിലി നോക്കുന്ന. എത്ര മണി? എത്ര മണിക്കാ? ഒരു 8 മണി 9 മണി. അപ്പൊ ഇരുട്ടായിട്ടുണ്ടാവില്ലേ? 12 മണിക്കൊക്കെ ഞാൻ വന്ന് നോക്കുന്ന. അപ്പോഴും അടിക്കാറില്ല? ചില സമയം മാത്രമേ അടിക്കുള്ളൂ അത്. ചില സമയോ? നമുക്ക് അത് ചേഞ്ച് ചെയ്യാം, ഡിവൈസ് മാറ്റിക്കാറ്. അങ്ങനെ സമയം വെച്ചിട്ട് അടിക്കാനുള്ള ചാൻസ് ഇല്ല. അടിക്കുകയാണെങ്കിൽ അടിക്കണം, അല്ലെങ്കിൽ അടിക്കാതിരിക്കണം. ഒറ്റ വെക്കും. ആ വെച്ചാൽ മാത്രമേ. ഇത്ര പൊക്കത്ത് കയറ്റി വെച്ചിട്ടാണ്. പൊക്കം ഉണ്ടായിക്കോട്ടെ. ആനയല്ലേ ഇവിടെ? ആനയില്ലേ? ആന വരും, ആന വരും. അതിനാ ക്ലോസ് ഇട്ടേക്കുന്ന പുള്ളി. ഇപ്പൊ പകൽ കറണ്ട് ഉണ്ട് എത്തല്. ഓഫാക്കിയാ ആന ഏതുവഴിയാ വരുന്നത്? ആന ഇതിലേക്ക് വരുന്നതാ. ഇതില് വരും, മുകളിൽ വരും. ഇതിലൊക്കെ ആന വരുന്നതാ. ഈ വഴി വരും. അവിടെയൊക്കെ വന്നിട്ട് കാൽ ചാടിച്ച്. ആനക്കില്ലേ ഫെൻസിങ് ഓൾറെഡി ഉള്ളതല്ലേ? ഫെൻസിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാണോ നമുക്ക് വേണ്ടത്, അതോ ഇവിടെ വന്ന അറിയാനായിട്ട്? ഇവിടെ വന്നാൽ അറിയണം. ഫെൻസിങ്ങിന്റെ മുകളിൽ വെച്ച് കിട്ടിയാലോ? ഫെൻസിങ്ങിന്റെ മുകളിൽ ചേർത്തടിക്കൂല. കണ്ടടിക്കാതെ വരുന്ന കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. താത്തി വെക്കാനാ? ആന ഈ വഴി ആന ഇറങ്ങുന്നുണ്ടോ? ആന ഈ വഴിയിലും വരുന്നതാ. ഇപ്പൊ ഈ കറണ്ട് വഴി ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്. അതൊന്നും പറയാൻ പറ്റില്ല. ആന എതില് വേണമെങ്കിൽ വരാം. അതല്ല ചേട്ടാ, ഈ കറണ്ട് വേലി വെച്ചതിന് ശേഷം ആന ഈ വഴിയാണ് ഇറങ്ങുന്നത്, അപ്പുറത്ത് കൂടിയാണ് ഇറങ്ങുന്നത്? അപ്പുറത്ത് കൂടിയാണ്. ഈ വഴി ആന തീരെ വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അടി കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് അടി കിട്ടുന്നത്? ആന ഇറങ്ങുന്ന പോയിന്റ് എവിടെയാണ്? ആനയോ? ആന ഇതൊക്കെ ഇറങ്ങി പോയത്. അതല്ല ആന ചേട്ടന്റെ സ്ഥലത്തേക്ക് വരുന്നത് എവിടെ നിന്നാണ്? എന്റെ സ്ഥലത്തേക്ക് അത് മുകളിലാ, ഏറ്റവും മുകളിലാ. അവിടെ വെച്ചിട്ടുണ്ടോ? അവിടെ അടിക്കുന്നുണ്ടോ? അവിടെ അടിക്കുന്നില്ല ഇവിടെ. കാരണം ഓൾറെഡി ഇതുണ്ട്, പ്രൊട്ടക്ട് ആണ്. ഇനിയിപ്പോ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കെട്ടാം, മുകളിൽ വെച്ച് കെട്ടാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഈ വഴിയൊന്നും വേറെ ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് ഇവിടെ വെച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ വെക്കാം. കാരണം ഇവിടെ വെച്ചിട്ട് ക്യാമറ അടിക്കുന്നുണ്ട്. ക്യാമറ അടിക്കുന്നതല്ലേ? ക്യാമറ അടിക്കില്ല, പിടിക്കൂല. എന്തെങ്കിലും വരുമ്പോ പിടിക്കും. അപ്പൊ അത് ഇതില് വെക്കുന്ന നല്ലത്. നമുക്ക് ഇവിടെ വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ആന അത് കൂടെ വരുന്നുള്ളൂ. പിന്നെ ആനയുടെ മെയിൻ എൻട്രി നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഇങ്ങനെ വേറെ ജീവികളൊന്നും വരുന്നില്ല. ചേട്ടൻ മാത്രമല്ലേ വരുള്ളൂ ഇവിടെ? ഞാൻ മാത്രമേ. പിന്നെ ഇവിടെ വേണ്ട, നമുക്ക് ഒന്നിക്കര പുറത്തേക്ക് അങ്ങോട്ട് മാറ്റാം. അല്ലെങ്കിൽ അവിടത്തെ ആദ്യം പോയി നോക്കാം, എന്നിട്ട് നോക്കിയിട്ട്. നമുക്കിപ്പോ ഫോറസ്റ്റുകാര് നല്ല കണ്ടീഷനായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാം വയക്കുന്നുണ്ട്, വയക്കി വൃത്തിയാക്കുന്നുണ്ട്. സന്തോഷം. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്കിപ്പം അധികം പ്രശ്നമൊന്നും വരുന്നില്ല. അത് വെച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ആന വന്നിട്ടില്ല. അപ്പൊ അവര് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അതുവരെ എല്ലാ ദിവസവും ആന വന്നുകൊണ്ടിരുന്ന സ്ഥലമല്ലേ? ആന വന്നുകൊണ്ടിരുന്നത് ടച്ച് ഇരുന്നാലും ഫോറസ്റ്റുകാർ കൊത്തൂലായിരുന്നു. അതല്ല, ഇപ്പം അവിടെ വെച്ചിട്ടില്ലേ? ഒരു ദിവസം അടിച്ചിട്ടുണ്ടോ ചേട്ടാ? അവിടെ വെച്ച് അടിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് വെച്ച അങ്ങനെ അടിച്ചിട്ടുണ്ടോ? അത് മറ്റേത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാല് എപ്പോഴും സൗണ്ട്. അതെ, ഒരു ഫസ്റ്റത്തെ ഒരു ദിവസം അടിച്ചിട്ട് പിന്നെയാണ് ആന വരാതിരുന്നത്? അല്ല, അന്ന് തന്നെ ഓഫാക്കിട്ട് പോയത്. അല്ല, നമ്മൾ മറ്റോടത്ത് കാണുന്ന പോലെ ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആനയെ ചേഞ്ച് ചെയ്തിടാം. ഇവിടെ ഭയങ്കര നിരന്തര ശല്യമാണ്. ഇപ്പൊ ആന പോയതൊന്നും നോക്കണ്ട. ഇപ്പൊ ചക്ക ഒന്നും ഇല്ല. ചക്ക തിന്നാണ് ഒന്നില്ലല്ലോ ആനയ്ക്ക്. തെങ്ങി ചായച്ചു കഴിഞ്ഞു. ആന നാലെണ്ണത്തെയും ഇട്ടച്ച് നമ്മള് തെങ്ങെടുക്കാൻ പോയതല്ലേ? അത് പോയി. പിന്നെ ഇനി 2-3 തെങ്ങുള്ളൂ, അതും പറിക്കാൻ വരും. ആ തെങ്ങ് ഇട്ടിയൊക്കെ കുച്ചിട്ട് ഇപ്പോഴും ആ പാടുണ്ട്. ആന കൊമ്പ് കുച്ചിട്ട് ആ തെങ്ങ് കുച്ചിട്ട് ഇപ്പോഴും തെങ്ങ് പൊളഞ്ഞാ എടുക്കുന്നത്. നമുക്ക് ചേട്ടാ ആദ്യം അവിടെ പോയി നോക്കാം. നമുക്ക് മുകളിലത്തെ നോക്കിട്ട്. കാരണം ആന എങ്ങോട്ടാണ് മാറുന്നതെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമുക്കേ ഇതിലൊരു 50 വാഴ വിത്തേ ഞാൻ വെക്കാം. എനിക്ക് വേറെ ജീവിക്കാനൊന്നും മാർഗമില്ല. അപ്പൊ ഈ ഒരു 50 വാഴ വെച്ചാലേ എനിക്ക് ഒരു 10 മാസം കൊണ്ട് ഒരു കുള കൊത്തുന്ന രീതിക്ക് വരുമാനം. അപ്പൊ അത് ആന കളയുന്നുണ്ടോ ഇത് കളയുന്നുണ്ടോ നമുക്ക് ഇനി നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഫോറസ്റ്റുകാർ ഇത് നല്ല സ്ട്രോങ് പിടിച്ചിട്ടുണ്ട്, കറണ്ട് കമ്പിയെ. അപ്പം മേക്കൊണ്ട് വന്ന് നമുക്ക് ഒരു വേലിപ്പടക്കം വെക്കാം. വേലിപ്പടക്കം വെച്ചിട്ട്, വേലിപ്പടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പടക്കമില്ലേ, ആ സാധാരണ പടക്കം തന്നെ നമുക്ക് കല്ലൊക്കെ കെട്ടി തൂക്കി കല്ലിൻ്റെ അടിയിൽ തൂക്കിയിടുക. എന്നിട്ട് ആന വരുമ്പോൾ ആന അവിടെ വന്നാലും ഇവിടെ വെച്ചിരിക്കുന്ന പടക്കം പൊട്ടു. അപ്പോൾ ആനയ്ക്കൊന്നും ശല്യമൊന്നും ഉണ്ടാവില്ല, മനുഷ്യർക്ക് ശല്യം ഉണ്ടാവില്ല. നമ്മളറിയും. അത് താഴെ വെക്കുന്നതല്ല, അത് ഈ കല്ലിൻ്റെ അറ്റത്താണ് തൂക്കിയിടുന്നത്. അപ്പോൾ കല്ല് വെയിറ്റ് കൊണ്ട് കീഴെ വീഴുമ്പോൾ അത് തന്നെ പൊട്ടുമ്പോൾ അപ്പോൾ ആന വന്ന് നമ്മളറിയാം. അറിഞ്ഞിട്ട് നമ്മൾ എഴുന്നിട്ട് പോയിട്ട് ആനയെ ഓടിക്കാം. അപ്പോൾ ചിലപ്പോൾ ആന ആ പടക്കത്തിൽ തന്നെ പേടിച്ച് ഓടാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ അത് കാരണം കൊണ്ട് ഈ സൗണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ആന വരുമ്പോൾ ഒന്ന് പടക്കം പൊട്ടിയില്ലെങ്കിൽ ഈ സൗണ്ട് ഇരിക്കും, അല്ലെങ്കിൽ ആ ഫോറസ്റ്റുകാർ കൊടുത്തിരിക്കുന്ന കറണ്ട് അടിയും കൊണ്ട് ആന അങ്ങോട്ട് ഓടും. അപ്പോൾ പരമാവധി നമുക്ക് ഇങ്ങനെ നോക്കിയാലേ അപ്പോൾ നമുക്കൊരു ജീവിതം മാർഗം ഉണ്ടാവൂലേ, അത് കാരണം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ സാറേ, ജീവിക്കാനാ അതാ നമുക്ക് ആ വേലിപ്പടക്കം എനിക്കൊന്ന് കാണിച്ചു തരുമോ? അത് ഞാൻ പിന്നെ സെറ്റ് ചെയ്ത് തരാം. ചേട്ടനെ ഒരു നടുക്കായിട്ട് കയറിൽ വെച്ച് സെറ്റ് ചെയ്ത് തരാം. അപ്പൊ ആന എവിടെയെങ്കിലും ടച്ച് ചെയ്താലും വേലിപ്പടക്കം വീണോളും. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞു തരാം എങ്ങനെ വെക്കേണ്ടത്. കാരണം എനിക്കതൊന്ന് കാണണം. ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് അത് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. അപ്പൊ ആന ചുറ്റുഭാഗത്ത് നമുക്ക് ചുറ്റും അങ്ങ് കയറ് കെട്ടാം. അത് നടുക്ക് വാഴ കമ്പി കെട്ടാം. അപ്പൊ ആന എവിടെയെങ്കിലും വന്ന് ടച്ച് ചെയ്താലും ഇത് വീണ പോലെ നമുക്ക് പൊട്ടും. അങ്ങനെ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പൊട്ടും. അപ്പൊ സേഫ് ആവുമല്ലോ. നമുക്ക് നോക്കാം. നമുക്കറിയാം, തീർച്ചയായിട്ടും നമ്മൾ കൃഷി ഇല്ലാതെ നോക്കിട്ടേ ഇത്ര കാര്യമില്ല, ഇത്ര ജനങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴേ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഒരു കർഷകന്റെ രീതിക്ക് നമ്മൾ എടുത്ത് ജനങ്ങളുടെ മധ്യത്തിൽ കാണിച്ചു കൊടുക്കാം. പിന്നെ ഗവൺമെന്റ് പൂർണ്ണമായിട്ട് ഇത് നമുക്ക് ഇതൊരു പാതുകാപ്പായിട്ടൊന്നുമില്ല. ഗവൺമെന്റും സപ്പോർട്ടും നമുക്ക് വേണം. ഫോറസ്റ്റ് സപ്പോർട്ട് നമുക്ക് ചെയ്യാം. വളരെ നടപടിയൊക്കെ വേണം. ഒരു കുരങ്ങൊക്കെ ഇറങ്ങിയാലും ആ കുരങ്ങ് ഓടിക്കാനുള്ള സംവിധാനം പടക്കമൊക്കെ നമ്മൾക്ക് കൊണ്ടുവന്ന് കയ്യിൽ തരണം. അവരിപ്പോൾ പടക്കമില്ലാണ് പറയുന്നത്. ആ പടക്കമൊക്കെ കർഷകനൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നിൽ പോയാൽ നമുക്ക് ജനങ്ങൾക്ക് കൃഷി നമ്മൾ എത്തിച്ചു തരും. ഇത് വെക്കുന്നത് എനിക്ക് തിന്നാനല്ലല്ലോ, ജനങ്ങൾ തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത്ര കഷ്ടപ്പെടുമ്പം ജനങ്ങൾക്ക് ഒരു ഉപകാരം, എനിക്ക് ഒരു ജീവിക്കാൻ ഒരു മാർഗം. തീർച്ചയായിട്ടും നമ്മൾ ഈ മണ്ണിനെ വെറുതെ ഇട്ടിട്ട് പോകണ്ട. കൃഷി അങ്ങനെ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ കൃഷി. അത് കാരണം കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലുണ്ട്. കോഴിയൊക്കെ വെച്ചു ചേട്ടൻ, കോഴിക്കൂടൊക്കെ ഉണ്ടെങ്കിൽ പശുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും വേണ്ടത്. പുള്ളി പടക്കം പൊട്ടിച്ചിട്ട് പ്രസവിക്കാൻ ഒരു മാസം നേരത്തെ പ്രസവിച്ചു. പേടിച്ചിട്ട്. ആ ശരിയാണ്. 8 മാസത്തിലെ പശു പ്രസവിച്ചു പോയി. ഒരു മാസം മുമ്പേ പ്രസവിച്ചു പോയി. കുഞ്ഞു ചെറുതായി പോയി, വളർച്ചയും കുറഞ്ഞു പോയി കുഞ്ഞിന്. സംഭവം വലിയ പ്രശ്നമാണ്. പശുവിപ്പം നമുക്ക് അധികം പൊട്ടിക്കാൻ പറ്റൂല. അതിന് ഒരു പേടിയുള്ളതാ. അല്ല, ഇവിടെ അങ്ങനെ പറ്റുള്ളൂ. എന്താ ചെയ്യാൻ നമ്മള് സാറേ, ബുദ്ധിമുട്ടായിട്ടാ ഉള്ളത്. എന്നാലും നമുക്ക് ശ്രമിക്കാം. ജനങ്ങൾ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും ഇത്രയ്ക്കൊക്കെ ആകാം. നമ്മളെല്ലാവരും ഉണ്ട്. നേരത്തേക്ക് ഫോറസ്റ്റുകാരൊന്നും വയക്ക് പോലും ഇല്ലായിരുന്നു. ഇപ്പൊ വരുന്നുണ്ടല്ലോ, ടൈച്ചനെ വയക്കുന്നുണ്ട്. അവർ നമ്മളറിയാതെ തന്നെ വന്നിട്ട് ഇവിടെ ആന ഇറങ്ങുന്നുണ്ടോ നോക്കുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കൊക്കെ ഒരു സപ്പോർട്ട് വരുമ്പോ പിന്നെ ചേട്ടൻ ശ്രമിക്കും. ലോകം മുഴുവൻ ചേട്ടന്റെ പിന്നെ നമുക്ക് എല്ലാ മൃഗത്തും ഓടിച്ചു വിടണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നടക്കൂല. അപ്പൊ നമ്മൾ ഒരു പരമാവധി ഇരുന്നിട്ട് ചുറ്റുവട്ടത്തില് നമുക്കൊന്ന് ബാക്കിയൊക്കെ വന്നോളും. കൃഷി ചെയ്ത് എടുക്കാവുന്ന എന്റെ ഒരു തീരുമാനം. തീർച്ചയായിട്ടും നല്ല തീരുമാനം. നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. നമുക്ക് ഇപ്പൊ ആരെയോ കുറ്റം പറഞ്ഞിട്ട് എന്നാ കാര്യം? അതിനകത്ത് ഒരു കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജീവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഇറക്കി വിടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറങ്ങി വിടാതെ നോക്കിക്കോളൂ അവര്. ഇനി ചാകുന്നത് ഇത് ഈ രീതിക്കാ ചാണുന്നില്ലല്ലോ. ഏത് രീതിക്ക് വേണം മനുഷ്യൻ ചാവുള്ളൂ. മൃഗം കൊണ്ടുതന്നെ ചാണുന്നില്ല. പക്ഷെ മിക്കവാറും മൃഗത്തിനോടെയാണ് നമുക്ക് ഭയങ്കര പേടി. വേറെ ഒന്നും പേടിയില്ല. കാരണം അതുപോലെയാണ് ഇത് ശല്യം ഉള്ളത്. പരമാവധി ശ്രമിക്കാം. അപ്പൊ ജനങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിലെല്ലാം സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അറിയണല്ലോ ഇത് ജനങ്ങൾ പുറത്തെത്തണം. നമ്മൾ കഷ്ടപ്പെടുന്നത് ഇത്ര കാലം വரைக்கும் വേസ്റ്റ് ആയിപ്പോയി. അത് ആരോടെ പറയണേ, എങ്ങനെ ജനങ്ങൾ അറിയാതിരിക്കുക. അപ്പോൾ സാധാരണ ഒരു ജനങ്ങൾക്ക് നഷ്ടം വരുമ്പോൾ അത് വേണ്ട ഒരു തന്മായിട്ടാണ് പറയുന്നത്. കാരണം ഞാൻ ഒരു തെങ്ങിനൊക്കെ എനിക്ക് ഒരു ആനുകൂല്യം കിട്ടുന്ന അവർ 850 രൂപ കൂടുതൽ പൈസയാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് കൊടുക്കുന്നത്. അത്രയൊന്നും കൊടുക്കാണ്ടായിരുന്നു. ഒരു 2 തേങ്ങ കൊണ്ടുവന്ന് കൊടുത്താൽ മതിയായിരുന്നു. കാരണം ഒരു തെങ്ങ് പോയിട്ടേ ഒരു തേങ്ങ മാറല്ലേ പോയുള്ളൂ. 2 തേങ്ങ നിങ്ങൾക്ക് കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ ലാഭമാണ്. ഈ 750 രൂപ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഭയങ്കര നഷ്ടമാണ്. അത് വനവകുപ്പ് മന്ത്രിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് പറയുന്നത്. ഇത് അത്ര വലിയ തോന്നും വേണ്ടനേ. എന്തിനാണ് അങ്ങക്ക് ഒരു 2 തേങ്ങ മേടിച്ച് തിന്നാനുള്ള പൈസ തന്നാൽ മതിയായിരുന്നു. അത് വെച്ച് നമുക്ക് വീണ്ടും ആ തെങ്ങ് കുളിച്ച് വെച്ചിട്ട് വീണ്ടും നമുക്ക് വളർത്താവുള്ളൂ, വീണ്ടും ആനയ്ക്ക് കൊടുക്കാവുള്ളൂ. അപ്പൊ അത്ര വലിയ ഉപകാരം ഗവൺമെന്റ് നമുക്ക് ചെയ്യണമല്ലോ. 2 തേങ്ങ കൊടുക്കുമ്പോ 2 തെങ്ങ് വരില്ല. ചേട്ടനെ ചിന്തിക്കണ്ടേ? ചേട്ടപ്പോ ഒരു തേങ്ങ തന്നു ചേട്ടന്. അതെ, ചേട്ടനെ തേങ്ങ വെച്ചു, ആ തെങ്ങ് വലുതായി, അതിൽ തേങ്ങ കായ്ച്ചു. അതുവരെയുള്ള എല്ലാ മെയിൻ്റനൻസും ഇല്ലേ? ചേട്ടന്റെ സമയം, അധ്വാനം, ഇതൊക്കെ അതിലില്ലേ? അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു, അതൊന്നും വില കുറച്ച് കാണരുത്. അവർ അങ്ങനെ നമ്മൾ വില കുറച്ച് കണ്ടില്ല. പക്ഷെ ഗവൺമെന്റ് കൊടുക്കുന്ന അധിക പൈസ ഇല്ലേ, ആ പൈസ വലിയ ഒരു തുക തന്നെയാ. കാരണം 750 രൂപ ഒരു തെങ്ങിന് ആര് തരും? നാട്ടിലെ ഒരു തെങ്ങ് തരുവോ? നിങ്ങൾ എന്നാ പറയുന്നത്? ഭയങ്കര വലിയ വനവകുപ്പ് മന്ത്രിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും 750 രൂപ എന്ന് പറയുമ്പോൾ ഇത്ര വലിയ തുക നമുക്ക് വേണ്ടായിരുന്നു കർഷകനൊക്കെ.
അത് വലിയ തുകയാണ്. അതിൽ കുറച്ചിട്ട് ഒരു 2 തേങ്ങ തന്നു കഴിഞ്ഞാൽ ഒരു മരമല്ലേ പോയുള്ളൂ. അപ്പോൾ 2 തേങ്ങ തരുമ്പോൾ 2 മരം വളരുമല്ലോ. വീണ്ടും വളർത്തുകയാണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് ലാഭമാണ് നമുക്ക്. വീണ്ടും കുഴിച്ചിട്ട് മനസ്സും സാധാരണ ഒരു ബിസിനസ്സുകാരെ നമ്മളെ നാട്ടിൻപുറത്തുകാരെന്താ പറയാ, അതെ, നഷ്ടപ്രയാസം ഇല്ല സാറേ, ഇല്ലെന്നും നല്ല നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിയമം പിടിച്ചാണ്, നിയമം അങ്ങനെ തന്നെയാണ്. അതായത് ഒരു തെങ്ങിൻ്റെ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് കേൾക്കണോ ഇല്ല കർഷകൻ പറയുന്നത് കേൾക്കണോ എന്ന് വനവകുപ്പ് മന്ത്രിക്ക് അറിയിച്ചില്ല. ഇത് ഫണ്ട് പാസ്സാക്കുന്നവർക്ക് അറിയിച്ചില്ല. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നതാണ് അവർ കേൾക്കുന്നത്. അപ്പോൾ കർഷകൻ പറയുന്നത് ഇവർ ചെവി കൊടുത്ത് കേൾക്കുന്നില്ല. ഒരു 2 തെങ്ങ് ഉണ്ടായിരുന്ന ഒരു കുടുംബം, ആ മക്കൾ, ഭാര്യ, അമ്മ എല്ലാத்தைയും ജീവിച്ചു പോകും ആ തേങ്ങയിൽ. ആ കൃഷിയെ നശിപ്പിച്ചിട്ടാണ് ഇവർ 750 രൂപ കൊടുക്കുന്നത്. അപ്പോൾ അത് എത്ര വലിയ തുകയാണ് നമ്മൾക്ക് ചിന്തിക്കാവുള്ളൂ. 750 രൂപ എപ്പം കിട്ടുമെന്ന് അറിയോ? ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. പ്രശ്നം ഞങ്ങളുടെ പറമ്പിൽ 150 തെങ്ങ് ഉണ്ടായിരുന്നു, എല്ലാം പോയി. 150 തെങ്ങ് ആനയ്ക്ക് തന്നെയാ തിന്നെ. എനിക്ക് 150 തെങ്ങ് എത്ര തേങ്ങയ്ക്ക് എത്ര മരത്തേക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇവർ വിട്ടിട്ടില്ല. നമ്മൾ പോയി അപേക്ഷ കൊടുക്കണം. അല്ലാതെ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ 200 രൂപ കൊടുക്കണം. അവിടുന്ന് 200 രൂപ കൊടുക്കണം. ആ 200 രൂപ കൊടുത്തിട്ട് പോയിട്ടാണ് അസയായാലും അപേക്ഷ വെക്കുന്നത്. ആ അപേക്ഷ വെക്കുന്നതിന് 80 രൂപ കൊടുക്കണം ഒരു അപേക്ഷയ്ക്ക്. അത് നീതി ചീട്ട് അടയ്ക്കുകയും ചെയ്യണം. ആ നീതി ചീട്ട് പറമ്പ് അടച്ചിട്ട് കൊണ്ടുപോയി ഇത്രയും വേണം അവരുടെ അടുത്ത് ആധാരം, കോപ്പി, പാസ്ബുക്ക് എല്ലാം കൊണ്ടുപോയിട്ട് അട്ടനാക്കണം. അട്ടനാക്കിയിട്ട് പിന്നെ അത് കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. അവിടെ എത്താൻ ചേട്ടൻ 1500 രൂപ എൻ്റെ അമ്മായി പണക്ക് കൊടുത്തിട്ട് 5 വർഷം കണ്ടായി. ഇതുവരെയ്ക്ക് അത് കണ്ണൂരിലെ ഓഫീസിൽ കിടക്കുക സാധനം, അപേക്ഷ ഇന്നും പോയിട്ടില്ല മേളിൽ. പോയി നോക്കാം, ഇരുട്ടാണെങ്കിൽ പോയി നോക്കാം. ആ സംശയം ശരിയാ, ചൊറിച്ചിരി അതെന്നാന്ന് പറയണമെങ്കിൽ ഇപ്പൊ പാല് ഊരി നോക്കേണ്ടി വരും. പകല് നല്ല കാറ്റുണ്ടെങ്കിൽ അടിക്കാം. നല്ല കാറ്റുണ്ടെങ്കിൽ നല്ല കാറ്റ് കിട്ടോ, ചെറിയ കാറ്റല്ല, മരം ഇളകുന്ന വിധത്തിൽ നല്ല കാറ്റ്. ഇല്ലല്ല അല്ലല്ല, പകല് ഓട്ടോമാറ്റിക്കലി അയ്യോ ഓഫാണ്. നല്ല കാറ്റുണ്ടെങ്കിൽ അടിക്കും. നമുക്കിതങ്ങനെ ഊരിയാക്കാം അല്ലേ? നമുക്ക് നീ ഒന്ന് ഓണാക്കി നോക്കി അപ്പം അറിയാം. ആ ഇതന്നെ ഉള്ളു ഏണി ചേട്ടാ. അത് അതന്നെ കംപ്ലൈന്റ്, ഓണായിട്ട് നിൽക്കുന്നില്ല. എന്തോ ഇത് അടിച്ചാൽ മതി ആദ്യം ക്യാമറ. ഇവിടെ കയറി നിൽക്കാൻ പറ്റും. അന്ന് നമ്മൾ ഈ ഏണി അച്ഛനെ കയറിയാ ആണോ? നമ്മള് തലതിരിച്ച് ഇതാണ് അടിവശം. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നു, അത് വലിയതായിട്ട് തോന്നുന്നു. അതെ അതെ, ഇതാ മൂത്ത വശം. ആ ഇനി കയറിക്കോ, നിൽക്കാ നല്ല പോലെ വെച്ച് നോക്കിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഡിവൈസ് ചേഞ്ച് ചെയ്യാണ്. നീ കമ്പി എടുത്താനോ? നൂൽക്കമ്പി എടുത്താനോ? ഇല്ല, വേണ്ടേ? താഴെ വേണം. ഇതോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനാണ്. മറ്റേ കട്ടിംഗ് പ്ലെയർ വേണോ? ആ പ്ലെയർ ആദ്യം കേട്ടോ. അത് ചേട്ടാ എൻ്റെ അടുത്ത് മാറാൻ പറയും, എന്നാലേ നിൽക്കുള്ളൂ. ചേട്ടൻ്റെ ചെവി അവിടെ വെച്ചോ, അവിടെ ചാരി വെച്ചോ. കണ്ണ് പോവും, അത് ഓഫാവൂല, നോക്കണ്ട. ചെവിനെക്കാട്ടും പ്രശ്നം കണ്ണിനാ. അതിലേക്ക് നോക്കല്ലേ പറയട്ടെ. അതിലേക്ക് നോക്കണ്ട കേട്ടോ, നോക്കണ്ട. ഓഫാവൂല, ചെവി ചിഹ്നം വിളിക്കും. എററുണ്ട് അതാ. നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഡിവൈസ് ചെറിയ എറർ ഉണ്ടായിരുന്നു. ഫുള്ളായിട്ട് ഓഫാകുന്നില്ലായിരുന്നു. അലാറം അടിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് അടിക്കുമായിരുന്നു. അതായിരുന്നു അതിൻ്റെ എറർ. സമയത്ത് നമ്മൾ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ ജിഷോയ് പക്ഷെ അന്ന് എത്താനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് നമ്മളതിന്ന് മാറ്റി റീപ്ലേസ് ചെയ്യട്ടെ. ഇപ്പോൾ ഇതിപ്പോൾ പുതിയത് കൊണ്ടുവന്നാണിത്. പഴയത്
ചേട്ടനോട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് അവർ തിരിച്ചു കൊണ്ടുപോകും കേട്ടോ. ഇത് ഉണക്കിയിട്ടില്ല. ക്യാമറയും കൂടെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയും ദിവസം നമ്മളിവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ഇതും കിട്ടിയില്ല. വറ്റൊന്നുമില്ല വെള്ളം അവിടെ, പക്ഷെ ആന ഇതെല്ലാം പൊട്ടിക്കും. അപ്പം എന്താ ചെയ്യാ? ആന പൊട്ടിക്കും, നമ്മൾ ജീവനം പണയം വെച്ച് ഉള്ളിട്ട് പോകും. അവിടുന്ന് വരുന്നത് അങ്ങ് മോളിന്നല്ലേ ചേട്ടൻ വെള്ളം എടുക്കുന്ന അവിടെ കേട്ടോ, ആ കാണുന്ന ഏരിയ. അതെ, ഇവിടുന്ന് എന്തായാലും 1 കിലോമീറ്റർ കൊണ്ടില്ലേ? പിന്നെ അങ്ങോട്ട് നോക്കടാ, അതിന്റെ മുകളിൽ നിന്ന് ഈ മല, ഈ തെങ്ങല്ല, അതിന്റെ അപ്പുറം. അതെ, അങ്ങ് മോളിൽ നിന്ന് അവിടുന്ന് ഉള്ളിൽ വെള്ളം എടുക്കുന്നത്. നമ്മളിവിടെ തന്നെ എടുത്ത് മുകളിലാണ് നിൽക്കുന്നത്. ഇനി മുകളിൽ, അതിന് മുകളിൽ വയനാട് കേട്ടോ, അത് വയനാടാ. അതിന്റെ മുകളിൽ വയനാടുണ്ട്. ഈ റോഡില്ലേ, ഈ റോഡ് നേരെ വയനാട്ടിലേക്ക് റോഡുണ്ട്. അതിനിപ്പം ഈ ഫോറസ്റ്റിന്റെ പെർമിഷൻ കൂടെ കിട്ടിയ റോഡാക്കും. അതുവേണ്ടി ഇത്രയും പണിത്, അല്ലെങ്കിൽ ഇത്രയൊന്നും ഇല്ലായിരുന്നു. വെള്ളം കിട്ടുന്നത് ജീവൻ ഇനി എത്ര മീറ്റർ കൂടെ ശരിയാക്കിയാലാ റോഡാവുക സാറേ? ഒരു 800-850 മീറ്റർ വരും സാറേ. ഓക്കെ, റോഡായി, അവിടെ എത്തി, അവിടെ കണക്ഷൻ. അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്. ഈ ഫോറസ്റ്റിന്റെ ഏരിയ മാത്രമല്ല 850 ഇപ്പോൾ ഉള്ളത് പട്ടയ നിലത്തിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ 5 മീറ്റർ കയറി എടുക്കണം. കയറി എടുക്കുമ്പോൾ അത് ഇച്ചിരി ഫോറസ്റ്റിന്റെ ഇറമ്പൊക്കെ കുറച്ച് ദൂരം. ആ കുറച്ച് ദൂരം ഒരടി ഇരുന്നാൽ 2 അടി ഇരുന്നാൽ ഫോറസ്റ്റ് തന്നെയല്ലേ. അവരുടെ അടുത്ത് ചോദിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ അടുത്തേക്ക് പഞ്ചായത്തിലേക്ക് ചോദിച്ചു. റോഡ് ഉണ്ടെങ്കിൽ ഒത്തിരി എളുപ്പം സാറേ. എത്രയോ ആക്സിഡന്റ് ഒക്കെ നമ്മൾ പാലച്ചുരത്തിലേക്ക് ആക്സിഡന്റ് നടക്കുന്നുണ്ടല്ലോ, അതെല്ലാം കുറയും. അധികം ചൊറവില്ല. പിന്നെ നമുക്ക് മൃഗങ്ങളുടെ അറ്റാക്കും കുറഞ്ഞു കിട്ടും. വണ്ടി വന്നുള്ള വഴിയാ. ഇങ്ങനെ അടുത്ത് നമ്മളെ വെള്ളം കിട്ടിയത് കഴിഞ്ഞു. ഓക്കെയാണ് കേട്ടോ, ടെസ്റ്റൊക്കെ ചെയ്തു. എന്നൊക്കെ മോനെ അവന് എഴുന്നേക്കുന്നില്ല, മടിയില്ല. എഴുന്നേക്കടാ. മടിയനാ? ഭയങ്കര സോമ്പേരി. എഴുന്നേക്കടാ, മടിയാ. എഴുന്നേക്കടാ. മതി, എഴുന്നിട്ട് കിടക്കാൻ നോക്കാതെ ഓടി നടക്കണം. കെടുത്തരുത്, കെടുത്തരുത്. പാല് കുടിച്ച് മടുത്തിട്ടേ കിടക്കുന്ന പിടിക്കാൻ പറ്റില്ലേ? അടിക്കുന്നുണ്ട്. ഇപ്പൊ 3 ദിവസമല്ലേ ആയുള്ളൂ? 5 ദിവസം അല്ലേ? 5 ദിവസമായിട്ടുള്ള ഉണ്ടായിട്ടല്ലേ? 7 ദിവസം. അന്ന് നിങ്ങൾ വന്നു പോയില്ലേ, അതിന്റെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ തന്നെ പ്രസവിച്ച് തന്നെ ഇരിക്കുക. അടുത്തേക്ക് എത്തി കെട്ടിയത്. ഇതെന്നാ ഇതെടുത്തത്? ഇത് താഴോട്ട് വെട്ടിയാണ്. ആ വെള്ളം എടുക്കട്ടെ, ഒന്ന് കാണിക്കുകയും ചെയ്യാമല്ലോ. ഇത് മറ്റേ കാർബൈഡ് അല്ലേ ഇടുന്നതിന്റെ? അത് ഇത് കർഷകനൊക്കെ നല്ലതാ സാറേ. ഇത് മറ്റേത് അടിച്ചാൽ സ്പ്രേ അടിച്ചു കൊടുത്താൽ കണ്ണു പോകും കേട്ടാ. സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി. കണ്ണു പോകുന്ന സാധനം സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ കൊരങ്ങനെ അടിക്കുന്നത് സ്പ്രേ അടിച്ചു കൊടുക്കത്തില്ലേ, എന്നിട്ട് അടിക്കുക. ഇതങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്താൽ ഇത് മറ്റേതാടാ, ഗ്യാസിന്റെ മറ്റേ ഗ്യാസിന്റെ അടിക്കണില്ലേ, ഇതിനുള്ള സ്പ്രേ അടിച്ചു കൊടുക്കുക. കണ്ണിന് കംപ്ലൈന്റ്. ഇത് ഈ ഭാഗം പൊട്ടി തെറിച്ചു കഴിഞ്ഞാൽ മേലാകും. കാർബൈഡാണ്, കാൽസ്യം കാർബൈഡ്. ഇല്ല, ഇതില് മറ്റേ ഇത് വെച്ചാലും മതിയടാ. സ്പ്രേ നന്നായി അടിച്ചു കൊടുത്താൽ മതി. അത് ഇത്രയും വലിപ്പം പറ്റും. മറ്റേ ബോഡി സ്പ്രേ അടിച്ചു കൊടുക്കുക. എന്നാലും എത്ര നേരം അടിക്കും? ഒരു തവണ അടിക്കണം, വെട്ടിക്കാൻ 1 തവണ അടിക്കണം. അത് തീ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? അല്ലല്ല, കല്ലൊക്കെ വെച്ചാൽ നല്ല പോവും. പിന്നെ ഞങ്ങളിത് പണ്ട് ഉണ്ടാക്കി കളിച്ചിരുന്നു. ആണല്ലേ? നിനക്കിതൊക്കെ ക്യാമറയിൽ കിട്ടുന്നില്ലല്ലോ അല്ലേ? വീഡിയോ തോനെ ഉണ്ടായിരുന്നില്ലേ മുന്നേ? ഒറ്റ വീടുള്ളൂടെ ഇപ്പൊ. ഞങ്ങളിത് പണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് മറ്റേ സ്പ്രേ ഇല്ലടാ, സ്പ്രേ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റും. എന്നിട്ട് ഇത് അടിച്ചിട്ട് കല്ലുള്ളിലിടും. എന്നിട്ട് കല്ലിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പേപ്പർ വയ്ക്കും, കല്ല് കുറേ. എന്നിട്ട് ഇവിടെ ഇത് അടിച്ചു കൊടുക്കും. ആ സ്പ്രേ കത്തി പിടിക്കുമ്പോൾ ബൂം എന്നിട്ട് കല്ലങ്ങ് പോകും. ഇതിപ്പോൾ എല്ലായിടത്തും ഈ സാധനം. പക്ഷെ ഇത് നോക്കി ഉപയോഗിച്ചില്ലെങ്കിൽ കണ്ണു പോകും. നമ്മൾ ആണ വരുമ്പോൾ
ശരിയായിട്ട് ഇങ്ങനെ വെച്ചോളുക. പഴയ പോലെ പേപ്പർ ഇടുക, പേപ്പർ എന്താ പരിപാടിയാണല്ലേ? പേപ്പർ അതേപോലെ തന്നെ അതിൽ കല്ല് വെക്കുക. കല്ലൊന്നും വെക്കൂല, ചുമ്മാ അടിച്ചു വിട്ടുള്ള കല്ലൊക്കെ എന്തിനാ? അപ്പൊ കല്ല് വെച്ചല്ലേ ദൂരത്തേക്ക് പോവുള്ളൂ. അതൊന്നും പോകില്ല സാറേ. അതാണ് സാധനം. അത് കാണിക്ക്. ആ കല്ല് ഇപ്പൊ അതിന്റെ അകത്ത് ഇടുന്ന സാധനം ക്യാമറ കാണിക്കാം. അത് സാറില്ല, ഇത് പബ്ലിക്കായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം. ഇത് ഉപയോഗിക്കുന്ന കാർബൺ ഇതെന്താ കാൽസ്യം കാർബൈഡ് അല്ലേ? ഇട്ടു. വെള്ളം ഒഴിക്കും. അതിങ്ങനെ എരിഞ്ഞ് പിടിക്കും. ആ എരിഞ്ഞ് പിടിക്കുന്ന സമയത്ത് ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചോ, ഞാൻ വീഡിയോ എടുക്കട്ടെ. അതല്ലടാ, കല്ലിട്ട് അടിച്ചാലടാ പോവുള്ളൂ ദൂരത്തേക്ക്. വലിയൊരു കല്ലിട ചേട്ടാ, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെ കല്ലിട. ഇതൊക്കെ ഇതേപോലത്തെ ഒരു കല്ലിട്, ഇതിങ്ങോട് വലുത്, അതിൽ കൂടെ ഇതേപോലെ പോകുള്ളൂ. ആ പിന്നെ എന്നിട്ട് അതിന്റെ മുകളിൽ പേപ്പർ. അത്രയൊന്നും പോകില്ല, അത്ര പോകില്ല. കല്ല് പോവും. ഇത് ഇപ്പൊ ഇട്ട സാധനത്തിന് അത്രയൊന്നും ഇല്ല. അതെ, അതിന്റെ മുകളിൽ പേപ്പർ വീണ്ടും വെക്കി. ഞങ്ങൾ അങ്ങനെയാണ് എല്ലാം കൂടെ ഇച്ചിരി മാറി നിൽക്കട്ടെ. ഒന്നും ഉണ്ടായിട്ടില്ല. ഓ ഉണ്ടാ, കല്ല് വെച്ചാൽ തോന്നെ പോവും. എന്നാ ഫോഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, കല്ല് വെച്ച് നോക്ക് നല്ല പോവും. ആ ചേട്ടാ കല്ല് വെക്ക്, ഞാൻ കാണിച്ചു തരാം. ഒന്നും കൂടി എടുത്തു പോയി, ഞാൻ കാണിച്ചു തരാം. കല്ലിട്ടല്ലോ. ഓരോ പ്രാവശ്യം ഇടണം. ഓരോ പ്രാവശ്യം ഇടണം. ഓരോ പ്രാവശ്യം ഇടണം. ഉള്ളത് ഉണ്ടാവും. അപ്പൊ നമ്മളെ സ്പ്രേ ലാഭം. അതാ നഷ്ടം. ബോഡി സ്പ്രേ അടിക്കുന്ന ഗ്യാസ് ഉണ്ടോ അതിനുള്ള? നല്ല ടൈറ്റ് ആക്കണേ. ഈ സാധനം എനിക്കൊന്ന് നല്ല ടൈറ്റ് ആക്കണേ. കുത്തനെ പിടിച്ചിട്ടേ കുരങ്ങനെ ഓടിക്കാനായിട്ട്. ഇപ്പൊ കുരങ്ങ് ഉണ്ടായിരുന്നു വെച്ചാ സാറേ, ഇങ്ങനെ അവിടെ നേരെ നോക്കിട്ട് അടിച്ചാ മതി. പൊട്ടിയില്ല. ഇല്ല തുറക്കില്ല, എന്തെങ്കിലും ഉണ്ടാവും. ഇല്ല സാറേ, അത് നനഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. വെള്ളമായി പോയി, അതാ. ആദ്യം അടിച്ചു, പിന്നീട് ഇല്ല റിപ്പറായി അതിന്റെ കല്ലേ റിപ്പറായിട്ടുണ്ട്. ചേട്ടന് ഇത് ഇനി വേറെ സ്ഥലത്തേക്ക് വെക്കണം എന്ന് തോന്നിയാല് മാറ്റി വെച്ചോണ്ടിട്ടാ. അതെ, അല്ല ചേട്ടനെ അങ്ങനെ മാറ്റി വെക്കണം, എനിക്ക് ഇതിനെക്കാട്ടി നല്ല സ്ഥലം വേറെ തോന്നി കഴിഞ്ഞാൽ ഒന്നുമില്ല, അങ്ങനെ എടുക്കുക കൊണ്ടൊക്കെ കിട്ടുക, അത്രേ ഉള്ളൂ. ചേട്ടന് 8 രൂപയില്ലേ? കേട്ടോ, ചേട്ടന് 8 രൂപ. അവിടെ ഫ്രണ്ടിലേക്ക് പോയി ആ ഭാഗത്ത് പോയാൽ കിട്ടും. ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം മറ്റേ എന്താ താഴേക്ക് പാലും കൊണ്ട് പോകുമ്പോ എന്താ കണ്ടെന്ന് പറഞ്ഞു? കടുവയെ കണ്ടായിരുന്നു. കടുവ തന്നെയാ? കടുവ തന്നെയാ. ആണ് ആ വീടിനകത്ത്? വീടിനകത്ത് തല. പിന്നെ ചെന്നായ കാട്ടുപൂച്ചയാണെങ്കിൽ ചെറിയ തലയായിരിക്കും. ചെന്നായ സ്ഥിരം ഞാൻ കാണുന്നതാ. ഇത് മുടുത്ത തലേ, ചെവി ഇച്ചിരി മുടുത്തത്. കടുവ നേരത്തെ കണ്ടിട്ടുള്ളതാ. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാ. കടുവ മാനെ ഓടിച്ചോണ്ട് പോകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വരയും കടുവ. ഞാൻ എന്നിട്ട് പോർച്ചുകാരെ വിളിച്ചു. വീടിന്റെ ഉള്ളിൽ വീടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരും. അന്നേരം ഞാൻ ഇവിടുന്ന് അങ്ങ് പോകുന്നത്. എന്നിട്ട് അത് പിന്നെ അങ്ങോട്ട് തന്നെ അങ്ങ് പോയി, ഉള്ളിലോട്ട് പോയി. പിന്നെ കാട്ടൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു പറഞ്ഞു. പിന്നെ പഞ്ചായത്ത് മെമ്പർ പോർച്ചുകാരോട് പറഞ്ഞിട്ട് പിന്നെ 3 വണ്ടി ആൾക്കാർ വന്നു. പോർച്ചുകാരെ വന്ന് ഇവിടെ എല്ലാം തേടി. എന്നിട്ട് അവര് പറഞ്ഞു കാട്ടുപൂച്ചയാന്ന് പറഞ്ഞു പോയി. ശരിക്കും കണ്ടതല്ലേ? ഞാൻ ശരിക്കും കണ്ടതാ. പുലിനെയും കടുവേനെയും തിരിച്ചറിയാൻ പറ്റൂല? അതൊക്കെ അറിയാം. ഇത് രാവിലെ എത്ര മണിക്കാ? രാവിലെ ഒരു 6:45. എന്നാന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് മാത്രം അവർ ഇച്ചിരി നേരം തരുന്നുണ്ട്. കടുവയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇറങ്ങി പോകുമ്പോൾ വഴിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് രാവിലെ ഒരു 7:10 ആകുമ്പോൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം താമസിച്ചാൽ ഞാൻ ഇവിടുന്ന് പോയ മഴയായിരുന്നു. പിന്നെ ഫോണുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ പെരും മഴയായിരുന്നു. പ്ലാസ്റ്റിക് ആയിരുന്നു ഇട്ടിരുന്നേ, അതുകൊണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും കണ്ടു. കണ്ടു. ഇവിടെ ഈ പശുവൊക്കെ ഉള്ളപ്പോ നിങ്ങൾക്ക് പേടിയുണ്ടാവൂലേ? പേടിയുണ്ട്. ഉറങ്ങാനൊന്നും പറ്റിയൊന്നുമില്ല, എങ്ങും പോകാനും പറ്റിയല്ല. ഇന്ന് തന്നെ ഒന്ന് പേടിച്ചു പോയി. ഈ കുഞ്ഞിക്കിടാവിനെ ഞാൻ റോഡിലോട്ട് പോയപ്പോഴത്തേന് വെള്ളം പൊട്ടിയ റോഡിൽ പോയിരിക്കുമായിരുന്നു. എന്റെ കൂടെ വന്നതാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എല്ലാം തേടി. പക്ഷെ ഈ മുകളിലത്തെ ഇടുക്കി കിടന്നു പോയി കുഞ്ഞിക്കിടാവ്. അങ്ങോട്ടും മാറി പേടിയാലേ? പേടിയാ.
അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളിന്ന് ഈ മലമുകളിൽ വന്നപ്പോൾ കണ്ട ഒരു സംഭവം. ഒരു ഡിവൈസിന് ചെറിയൊരു എറർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാനായിട്ട് ഇന്നാണ് ജിഷോയിനെ അവൈലബിൾ ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് സംഭവമൊക്കെ മാറ്റി ഫിറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ക്യാമറയൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷ്വൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്, അറിയത്തില്ല. ഏതായാലും ഇടയ്ക്ക് അവരെ ഒന്ന് പോയി നമ്മൾ അന്വേഷിച്ചാണ്, നമ്മൾ എങ്ങനെ അവിടെ ഡിവൈസൊക്കെ വെച്ചുകൊണ്ട് അവരുടെ സ്ഥിതിയൊക്കെ ഒന്ന് അന്വേഷിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വരിക എന്നുള്ളത് മാത്രമായിരുന്നു ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.